പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കെഎസ്യുവിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷമാണ്. സമരക്കാർ പോലീസിന് നേരെ കല്ലും വടിയും എറിഞ്ഞു. ദൃശ്യങ്ങളിലേക്ക് പോവാം. വിവരങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി സൂര്യ, പോലീസിന് നേരെ കല്ലും വടിയുമൊക്കെ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന ഒരു രീതിയാണ്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി പ്രയോഗം ഏറെ നേരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് നിലവിലെ സാഹചര്യം? അത് വലിയ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സമരം കടന്നു പോകുന്നത്. നിയമസഭാ മാർച്ചായിരുന്നു. നിയമസഭയിൽ അതിശക്തമായിട്ട് പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുകയാണ്. നിയമസഭയിൽ അതിശക്തമായിട്ട് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. നിരവധി തവണ 2 ജലപീരങ്കി വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. ആ വാഹനങ്ങളിലെ വെള്ളം കഴിയുന്നത് വരെയും പ്രവർത്തകർക്ക് നേരെ അത് പോലീസ് പ്രയോഗിക്കുകയായിരുന്നു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിലും നിയമസഭയിലേക്ക് ഒരു പ്രവർത്തകന് പോലും ചാടിക്കടക്കാനോ അല്ലെങ്കിൽ പോകാനോ ഉള്ള സൗകര്യം ഒരുക്കാതെയാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസ് സമരത്തെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് പ്രതിഷേധം എത്തുന്നു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തകരെ റോഡിന്റെ ഇരുവശത്തുമിട്ട് ഓടിച്ചിട്ട് പോലീസ് മർദ്ദിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നിയമസഭയിലെ പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ നിയമസഭയ്ക്ക് പ്രവർത്തകർ സമരം ചെയ്തിരുന്ന ഭാഗത്ത് പോലീസിന്റെ ഒന്നും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മറു സൈഡിലാണ് പോലീസൊക്കെ തന്നെ സജ്ജമായി നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ മാർച്ചിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിക്കൊന്നും ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ അതിൽ പകുതി പേരും അടിയേൽക്കാതെ ഓടിപ്പോയിട്ടുണ്ട്. ഈ താഴേക്ക് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് വഞ്ചൂരിലേക്ക് പോകുന്ന റോഡിലേക്ക് കുറെ പ്രവർത്തകർ ഓടിപ്പോയി. മറ്റു ചിലർ സെക്രട്ടേറിയറ്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറി ഓടിപ്പോയി. കാരണം പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. കുറച്ച് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബാക്കി കുറെ പ്രവർത്തകരൊക്കെ തന്നെ ഈ അടി ഏൽക്കാതിരിക്കാൻ, പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഏൽക്കാതിരിക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറി ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇവിടെ പരിസരത്തുണ്ടായിരുന്ന പ്രവർത്തകരെ, അത് വനിതാ ചെയ്ത് മാറ്റുന്ന വനിതാ പ്രവർത്തകർ, അവർ പ്രതികരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരെ പ്രതികരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലേ?
തീർച്ചയായിട്ടും ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസ് പ്രതിരോധിക്കേണ്ടി വന്നത്. അത് നിയമസഭയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയൊന്നും നടന്നിട്ടില്ല. പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധക്കാർ എത്തുമ്പോഴാണ് വലിയ സംഘർഷാവസ്ഥയിലേക്ക് സാഹചര്യം പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വനിതാ പ്രവർത്തകരൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഓടിപ്പോയി അവരിപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട്. പ്രവർത്തകരെ വാഹനത്തിലേക്ക് പോലീസ് കയറ്റാൻ ശ്രമിക്കുമ്പോഴും പ്രവർത്തകർ മാറി പോകുന്നുണ്ട്. അവരെയൊക്കെ തന്നെ വലിയ ബലം പ്രയോഗിച്ച് വാഹനങ്ങളിലേക്ക് കയറ്റുകയാണ്. പക്ഷേ ഭൂരിഭാഗം പ്രവർത്തകരും ഇപ്പോൾ ഈ പോലീസും ആയിട്ടുണ്ടായ സംഘർഷത്തിൽ ഓടിപ്പോയിട്ടുണ്ട്. ചില വനിതാ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അതിലെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തുണ്ടായിരുന്ന അത്തരത്തിൽ ഓടിപ്പോകുന്നതിനിടയിൽ പോലീസ് പിടികൂടിയ കുറച്ച് പ്രവർത്തകരെ മാത്രമാണ് പോലീസ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത് ഈ സ്ഥലത്ത് നിന്ന്. പക്ഷെ അപ്പോഴും സംഘർഷാവസ്ഥ ഒഴിഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സെക്രട്ടേറിയറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോഴും പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ അടുത്ത് തന്നെ പ്രവർത്തകരുണ്ട്. പക്ഷേ സംഘർഷാവസ്ഥയെ ഇപ്പോൾ അയഞ്ഞിട്ടുണ്ട്. പോലീസും കുറച്ച് മാറി നിൽപ്പുണ്ട്. പ്രവർത്തകർ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. പക്ഷേ പ്രതിഷേധിക്കുന്നില്ല പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്താനോ അവരെ പ്രതിരോധിക്കാനോ ഉള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കുറച്ച് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ബാക്കി പ്രവർത്തകരോടും പിരിഞ്ഞു പോകാൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ബാക്കി പ്രവർത്തകരൊക്കെ തന്നെ പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ അതിശക്തമായിട്ടുള്ള KSUവിന്റെ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ തലസ്ഥാന നഗരി കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായിട്ട് KSU പ്രവർത്തകർ ഇന്ന് സർക്കാരിനെതിരെ വലിയ തരത്തിൽ ആഞ്ഞടിച്ച് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിയമസഭാ മാർച്ചായിരുന്നു. നമുക്കറിയാം നിയമസഭയിൽ ജലപീരങ്കി നിരവധി തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2 ജലപീരങ്കി വാഹനങ്ങളിലെ വെള്ളം തീരുന്നത് വരെയും പ്രവർത്തകർക്ക് നേരെ പോലീസ് അത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ നിയമസഭയ്ക്ക് സമീപത്തേക്ക് കടത്തിവിടാതെയാണ് പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർക്ക് നിയമസഭയുടെ സമീപത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. പോലീസും മുഴുവനും ഈ ബാരിക്കേഡിന് അപ്പുറത്താണ് നിന്നിട്ടുണ്ടായിരുന്നത്. പ്രവർത്തകരും പോലീസും ബാരിക്കേഡിന് അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് തന്നെ നിയമസഭ മാർച്ചിനിടയിൽ അത്തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമം നടത്തിയത്. ശരി, സൂര്യഗായത്രിയാണ്. അവിടെ സംഘർഷാവസ്ഥ ശാന്തമാവുകയാണ് തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ആ ഒരു മാർച്ചാണ് പിന്നീട് സംഘർഷാവസ്ഥയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ വനിതാ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പിന്നാലെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ബാക്കി പ്രവർത്തകരോടെല്ലാം ഇവിടുന്ന് മാറിപ്പോകാൻ, ഇവിടുന്ന് വിട്ട് പോകാൻ പറയുകയാണ്. ഇനി അങ്ങോട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവില്ല എന്ന് കരുതാം. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു പ്രതിഷേധമായിരുന്നു. പോലീസ് നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനെയെല്ലാം കമ്പും വടിയും വെച്ചാണ് പ്രവർത്തകർ നേരിട്ടത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ പോലീസ് മർദ്ദനത്തെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയടക്കം നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാർ അതിനെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിൽ എത്രത്തോളം സാധ്യതയുണ്ടെങ്കിൽ എത്രത്തോളം പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ആ ഒരു ചർച്ചയിൽ കോട്ടം സംഭവിച്ചു എന്നൊക്കെ തരത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ പടരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ കേരളത്തിലെ പ്രതിപക്ഷം വീണ്ടും മുന്നോട്ട് വരികയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനം ഒഴിയുന്നതുവരെ പ്രതിഷേധം തുടരും. പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ പ്രതിഷേധം ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകും ഒക്കെ തന്നെയാണ്. സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉണ്ടായ ചർച്ചയും അതിന്റെ അവതരണവും അതിന്റെ പ്രതിരോധവും ഒക്കെ തന്നെ കണ്ടതാണ്. അതിൽ പ്രതിപക്ഷം ഒന്ന് മങ്ങി എന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷം വീണ്ടും ആഞ്ഞടിച്ച് തന്നെ ഈ KSU മാർച്ചുകളിലൂടെ ഈ പ്രതിഷേധങ്ങളിലൂടെ തന്നെ രംഗത്ത് നിൽക്കുകയാണ്.
കാളിദാസ്, ഈ പോലീസ് അതിക്രമങ്ങളിൽ അതുപോലെ കസ്റ്റഡി മർദ്ദനങ്ങളിലും ഒക്കെ തന്നെ സഭയ്ക്ക് അകത്തും പുറത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, സഭ തുടങ്ങി ആദ്യ ദിവസം ചർച്ചയിൽ തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളാണ് അടിയന്തര പ്രമേയ വിഷയമായിട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ആ വിഷയങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് രണ്ട് പ്രതിപക്ഷ MLA മാർ സഭാ കവാടത്തിന് പുറത്ത് സത്യാഗ്രഹം ഇരിക്കുന്നവർ ഇപ്പോഴും നിരാഹാര സത്യാഗ്രഹം തുടരുകയും ചെയ്യുകയാണ്. സനീഷ് കുമാറും AK അഷ്റഫും അത്തരത്തിൽ സഭയ്ക്ക് പുറത്ത് ഈ പോലീസ് അതിക്രമങ്ങളിൽ അത് നടത്തിയ പോലീസുകാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന ആവശ്യം ഉയർത്തി പ്രതിഷേധം നടത്തുമ്പോൾ, സത്യാഗ്രഹം ഇരിക്കുമ്പോൾ അകത്ത് പ്രതിപക്ഷം ആ വിഷയം ഉയർത്തി ഭരണപക്ഷത്തിന് നേരെ ആഞ്ഞടിക്കുകയാണ്. അതേ സമയത്താണ് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSUവിന്റെ ഭാഗത്ത് നിന്ന് സഭയ്ക്ക് പുറത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന KSUവിന്റെ പ്രതിഷേധമാണ്, നിയമസഭാ മാർച്ചാണ്. അതിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരം കാണുമ്പോൾ നമുക്കറിയാം, ഈ സമരം ഗേറ്റ് സ്ഥലത്തൊക്കെ തന്നെ, അതിന് സമീപത്തൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് പുറത്ത് നിരന്നിരിക്കുന്നത്. കാരണം KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് കരുതിയിരുന്നതല്ല, പ്രതീക്ഷിച്ചിരുന്നതല്ല. നിയമസഭാ മാർച്ച് അത് വളരെ ശക്തമായിട്ടാണ് KSU പ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ട് ജലപീരങ്കി വാഹനങ്ങളിലെയും ജലം തീരുന്നത് വരെ അത് പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയൊന്നും നിയമസഭാ മാർച്ചിന് ഇടയ്ക്ക് ഉണ്ടായില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാരിക്കേഡിന് അപ്പുറവും ഇപ്പുറവുമാണ് പ്രവർത്തകരും പോലീസും ഉണ്ടായിരുന്നത്. രണ്ടു പേർക്കും അപ്പുറത്തേക്ക് ഈ ബാരിക്കേഡ് ചാടിക്കടക്കുകയല്ലാതെ അപ്പുറവും ഇപ്പുറവും പോകാൻ കഴിയാത്ത തരത്തിലാണ് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കയ്യാങ്കളിയോ മറ്റതിക്രമോ ഒന്നും തന്നെ ഉണ്ടായില്ല. ബാരിക്കേഡ് മറികടക്കാൻ നിരവധി തവണ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പ്രവർത്തകർ അവിടെ നിന്നും നടന്ന് സെക്രട്ടേറിയറ്റിന്റെ നടയിലെത്തിയത്. സെക്രട്ടേറിയറ്റിന്റെ നടയിലെത്തിയതിനു ശേഷമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയത്. അതിനിടയിലാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളി നടന്നത്. പ്രവർത്തകരെ പോലീസ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലിട്ട് ഓടിച്ചിട്ട് മർദ്ദിക്കുന്ന, പ്രവർത്തകരെ ഓടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ആ സമയത്ത് തന്നെ പല വശങ്ങളിലായിട്ട് പോലീസിന്റെ മർദ്ദനം ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയ കുറച്ച് പ്രവർത്തകരെ, വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പക്ഷേ KSU പ്രവർത്തകർ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ശരി സൂര്യ, KSU മാർച്ചിലാണ് സംഘർഷമുണ്ടായത്.